PSLV വിക്ഷേപണ റോക്കറ്റിന്റെ തുടർച്ചയായ പരാജയത്തിൽ കടുത്ത നിലപാടുമായി കേന്ദ്ര സർക്കാർ. ജൂണിൽ അടുത്ത വിക്ഷേപണം നടത്താൻ ISROക്ക് നിർദ്ദേശം നൽകി. ഇതുവരെയുണ്ടായ 2 പരാജയങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ടുകളും കണ്ടെത്തലുകളും ISROക്ക് പുറത്തുള്ള സ്വതന്ത്ര ഏജൻസിയെ വിലയിരുത്താൻ ഏൽപ്പിക്കും. മനഃപൂർവമായ പിഴവുകൾ ഉണ്ടെങ്കിൽ നടപടിയുണ്ടാകും. കഴിഞ്ഞ വർഷം മെയ് 18-നും ഈ വർഷം ജനുവരി 12-നുമാണ് PSLV വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ടത്. 4 ഭാഗങ്ങളായി കത്തിയമർന്നു കുതിക്കുന്ന റോക്കറ്റിന്റെ മൂന്നാമത്തെ ഭാഗത്തെ ജ്വലനത്തിനിടയിലാണ് 2 തവണയും ദൗത്യ പരാജയമുണ്ടായത്. 93 വിജയ റെക്കോർഡുള്ള PSLVക്ക് തുടർച്ചയായ 2 പരാജയങ്ങൾ വിചിത്രമാണെന്നാണ് വിലയിരുത്തൽ. 2 റോക്കറ്റുകളും നിർമ്മിച്ചത് ISROയുടെ ഏറ്റവും വലിയ യൂണിറ്റായ തിരുവനന്തപുരത്ത് തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. 2 തവണയും പരാജയ കാരണങ്ങൾ അന്വേഷിച്ചത് ISROയിലെ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഉൾപ്പെട്ട സമിതികളായിരുന്നു. പക്ഷേ അത് ഫലവത്തായില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. പരാജയത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്നും മനഃപൂർവ്വം വീഴ്ച വരുത്താനുള്ള ശ്രമം ഏതെങ്കിലും കോണിൽ നിന്നുണ്ടായോ എന്നുമാണ് സംശയം. ജനുവരിയിലെ വിക്ഷേപണ പരാജയത്തിലൂടെ നഷ്ടമായ 16 ഉപഗ്രഹങ്ങളിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച ചാര ഉപഗ്രഹമായ അന്വേഷയും ഉൾപ്പെട്ടതോടെയാണ് കേന്ദ്ര സർക്കാരും ഇത് ഗൗരവമായി കണക്കിലെടുത്തത്. അട്ടിമറി സാധ്യത വിലയിരുത്താൻ ദേശീയ സുരക്ഷാ മേധാവി അജിത് ഡോവൽ നേരിട്ട് VSSCയിലെത്തി പരിശോധനകളും മീറ്റിംഗുകളും നടത്തി. അട്ടിമറിക്ക് ശ്രമം ഉണ്ടായതായി കരുതാനാവില്ലെന്നാണ് റിപ്പോർട്ട്. എന്നാൽ മനഃപൂർവ്വമായ വീഴ്ചയുണ്ടായോ എന്ന സംശയം ബാക്കിയാണ്. അത് വിലയിരുത്താനാണ് സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടുകളും വിക്ഷേപണ ഡാറ്റകളുമാണ് ഏജൻസി പരിശോധിക്കുക. PSLVയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനും പരാജയം ഒഴിവാക്കാനും കടുത്ത നിർദ്ദേശമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഈ വർഷം 18 വിക്ഷേപണത്തിനുള്ള ഓർഡറുകളാണ് PSLVക്കുള്ളത്. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.